മറ്റു വാർത്തകളിലേക്ക്. കർണാടക ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപെ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തും. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ സ്വയം സന്നദ്ധനായാണ് മാൽപെ പരിശോധനയ്ക്ക് എത്തുന്നത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഇല്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എങ്കിൽ പോലും ഈശ്വർ മാൽപെ അദ്ദേഹം സ്വയം സന്നദ്ധനായി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ തയ്യാറാകുമ്പോൾ പ്രതീക്ഷയുടെ നാട് കാത്തിരിക്കുകയാണ്. ഇന്ന് എപ്പോൾ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കരുതുന്നത്? ലബീഷ്, ഇന്ന് 10 മണിയോടെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കുറെ ദിവസങ്ങളായി ഈ തെരച്ചിൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യത്തിൽ രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രക്ഷാദൗത്യം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നത്. പക്ഷെ ഇപ്പോൾ ഈശ്വർ മാൽപെ സ്വയം സന്നദ്ധനായാണ് ഇത്തരത്തിൽ ഈ ഗംഗാവലി പുഴയിൽ ഇറങ്ങി പരിശോധന നടത്താൻ സന്നദ്ധ അറിയിച്ചിട്ടുള്ളത്. ഈ വേലിയിറക്ക സമയമായതിനാൽ തന്നെ പുഴയിലെ ഒഴുക്ക് ഗണ്യമായി കുറയും എന്നുള്ളത് കൊണ്ടും നിലവിൽ അവിടെ മഴ കാര്യമായി പെയ്യുന്നില്ല എന്നുള്ളതും അനുകൂല ഘടകങ്ങളായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ തെരച്ചിലിൽ ഏറെ പ്രതീക്ഷ വെക്കുന്നത്. 4ാമത്തെ സ്ട്രോങ് സിഗ്നൽ കണ്ടെത്തിയ ഇടം കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. അതിനുശേഷം 3ാമത്തെ സിഗ്നൽ ലഭിച്ചിടത്തും മറ്റ് സിഗ്നൽ ലഭിച്ചിടത്തും ഇത്തരത്തിൽ പരിശോധന നടത്തുമെന്നാണ് മാൽപയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. 10 മണിയോടുകൂടി തന്നെ ദൗത്യം ആരംഭിക്കുമെന്ന അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ യാതൊരുവിധ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ലെന്ന് ജില്ലാ ഭരണകൂടം, കാർവാർ ജില്ലാ ഭരണകൂടവും അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ചെറുതല്ലാത്ത രീതിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അർജുന്റെ കുടുംബം അടക്കം ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നത്തെ തിരച്ചിലിൽ അർജുനെയും ലോറിയും കണ്ടെത്താനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് അവരുള്ളത്. കാരണം കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈശ്വർ മാൽപയും സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം കേരളത്തിൽ നിന്നടക്കം ഡ്രഡ്ജറുകൾ എത്തിച്ച് പരിശോധന നടത്തുമെന്ന ഒരു വിവരമുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തീരുമാനങ്ങളൊന്നും നിലവിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപയുടെ ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷിക്കാവുന്ന ഫലം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലബീഷ്. ജോസഫ്, ഈശ്വർ മാൽപ സ്വയം സന്നദ്ധനായി പുഴയിൽ ഇറങ്ങാൻ അദ്ദേഹം തയ്യാറായി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ, റഡാറുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. ഈ സൈന്യത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ആ പ്രദേശത്തുണ്ടോ? അത്തരം സാങ്കേതിക സംവിധാനങ്ങൾ കൂടി പരിശോധനയ്ക്ക് ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ അവിടെ ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ ഇപ്പോൾ അത്തരം സംവിധാനങ്ങളൊന്നും നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ റോഡ് അടക്കമുള്ള സാഹചര്യങ്ങൾ തെളിച്ചു വിടുകയും അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായി. അതായത് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈശ്വർ മാൽപയ്ക്ക് സഹായം എത്തിക്കുന്ന സഹായ ഘടകങ്ങൾ ഒന്നും തന്നെ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിരാശാജനകമായ കാര്യം. ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി കൂടി ഉണ്ടായാലേ ഇത്തരം സംവിധാനങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട് രക്ഷാദൗത്യം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഈ ജില്ലാ ഭരണകൂടം എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കി നൽകാൻ സന്നദ്ധരാണെന്ന് കാർവാർ MLA അടക്കം ജില്ലാ ഭരണകൂടം അടക്കം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപെ ഇന്ന് ഇവിടെ മുങ്ങലിനായി എത്തുകയാണെങ്കിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഈശ്വർ മാൽപയുടെ ദൗത്യത്തിന് കരുത്ത് പകരുമെന്നാണ് വിശ്വസിക്കുന്നത്. ലബീഷ്. ശരി ജോസഫ്, അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുകയാണ്. വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.